frequent ആയിട്ട് SSLC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3 പേജ് നമ്പർ 122. From the top of an electric post, two wires are stretched to either side and fixed to the ground, 25 meters apart. The wires make angles 55 degree and 40 degree with the ground. What is the height of the post? ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് നിന്ന് രണ്ട് ഇരുമ്പ് കമ്പികൾ ഇരുദിശകളിലേക്കും തറയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററും. തൂണിന്റെ ഉയരം എത്രയാണ്? ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. EP. So നമുക്ക് EP, it is the height of electric post. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ടോപ്പിൽ നിന്ന്, ഇതിന്റെ മുകളറ്റത്ത് നിന്ന് രണ്ട് വയേഴ്സ് രണ്ട് സൈഡിലേക്കും വലിച്ച് നീട്ടി തറയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ നിന്ന് ഒരു വയറ് ഈ സൈഡിലേക്കും ഒരു വയറ് ഈ സൈഡിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്ലോർ, ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇത് ലെഫ്റ്റ് സൈഡിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന വയറിന്റെ ചുവട്, ഇത് റൈറ്റ് സൈഡിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന വയറിന്റെ ചുവട് തന്നിട്ടുണ്ട്. ഈ രണ്ട് വയേഴ്സ് ഗ്രൗണ്ടിൽ കെട്ടിയിരിക്കുന്ന 25 മീറ്റേഴ്സ് അകലത്തിലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ A എന്ന് കൊടുക്കാം, ഇതിന് B എന്ന് കൊടുക്കാം. സോ AB ആണ് ആക്ച്വലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two wires on the ground. അത് 25 മീറ്റർ ആണ്. സോ AB യുടെ ലെങ്ത്, AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. ഇനി the wires make angles 55 degree and 40 degree with the ground. സോ ആദ്യത്തെ വയർ ഇതെടുക്കുകയാണെങ്കിൽ അത് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 55 ഡിഗ്രിയാണ്. രണ്ടാമത്തെ വയർ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിളാണ്, അത് 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്? നമുക്ക് EP-യുടെ ഹൈറ്റ് കാണണം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നിങ്ങൾ ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ എത്ര റൈറ്റ് ട്രയാങ്കിൾസ് കാണുന്നുണ്ട്? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത്. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കാണാം. ഒന്ന് EPA, രണ്ടാമത്തത് EPB. സോ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ EPA. ഇവിടെ നമുക്ക് ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ട് 55 ഡിഗ്രി. നമുക്ക് വേണ്ടത് EP-യുടെ ലെങ്ത് ആണ്. ഓക്കെ, സോ അത് 55ന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി അഡ്ജസന്റ് സൈഡ് എത്രയാണ്? AP എത്രയാന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് AB ആണ് 25. AP അറിയില്ല. രണ്ട് സൈഡും അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. AP-നെ, കാരണം AP-യുടെ 25 മീറ്ററിന്റെ ഒരു ഭാഗമാണ് AP. സോ AP-നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? X എന്ന് എടുക്കാം, X മീറ്റർ. അങ്ങനെയാണെങ്കിൽ PB എത്ര വരും? 25 മൈനസ് X ആയിരിക്കും. ടോട്ടൽ 25 ആണ്. ഇത് ഇത്രയും X ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ടോട്ടലിൽ നിന്ന് ഈ X കുറച്ചാൽ മതി. 25 മൈനസ് X എന്ന് വരും. സോ ഈ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ് EP, അഡ്ജസന്റ് സൈഡ് X. ഓക്കെ, സോ tan 55 is equal to opposite EP by adjacent X. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EP ആണ്. സോ EP is equal to എന്ത് വരും? ഈ X ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. സോ X into tan 55 ഡിഗ്രി, X tan 55 ഡിഗ്രി.
എക്സ് നമ്മളായിട്ട് എടുത്തതാണ്. എക്സ് ഇത്ര ഈ ഡിസ്റ്റൻസ് എക്സ് നമ്മളായിട്ട് എടുത്തതാണ്. സോ ഇപ്പോൾ നിങ്ങൾ tan 55ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. നമുക്ക് ആദ്യം എക്സ് എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇ പി കിട്ടുകയുള്ളൂ. ഇ പിയുടെ വാല്യൂ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇതിനെ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്ത് 1 എന്നെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ, സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ EPB. അവിടെ നമുക്കുള്ള അക്യൂട്ട് ആംഗിൾ 40 ഡിഗ്രി ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസെന്റ് 25 മൈനസ് എക്സ് ആണ്. സോ tan 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് EP, അഡ്ജസെന്റ് സൈഡ് 25 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ EP എന്താ വരിക? 25 മൈനസ് എക്സിനെ ഒരുമിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ ഞാനത് അങ്ങോട്ട് മാറ്റി എഴുതാണ്. സോ 25 മൈനസ് ഒരുമിച്ച് എന്നുള്ളതിന് ഒരു ബ്രാക്കറ്റിലേക്ക് അതിനെ മാറ്റാം. ഇൻറ്റു tan 40 ഡിഗ്രി. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതാം. സോ ഇക്വേഷൻ നമ്പർ 1 ഇസ് EP is equal to x tan 55 degree. Equation number 2 is EP is equal to 25 minus x tan 40 degree. രണ്ട് ഇക്വേഷൻ നോക്കിയാൽ ആ രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ അതിന്റെ റൈറ്റ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫ്രം 1 and 2 റൈറ്റ് സൈഡ് ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ എത്രയാ? x tan 55 degree is equal to റൈറ്റ് സൈഡ് ഓഫ് സെക്കൻഡ് ഇക്വേഷൻ എത്രയാണ്? 25 മൈനസ് എക്സ് tan 40 ഡിഗ്രി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ എക്സ് tan 55 ഡിഗ്രി ലെഫ്റ്റ് സൈഡിൽ 25 മൈനസ് എക്സ് ഇൻറ്റു tan 40 ആണ്. അതായത് ഈ 25നും എക്സിനും tan 40 ബാധകമാണ്. സോ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 25 ഇൻറ്റു tan 40 ഡിഗ്രി മൈനസ് എക്സ് ഇൻറ്റു tan 40 ഡിഗ്രി. ഓക്കെ, ഇനി എക്സിന്റെ ടേമിനേക്ക് ഒരു സൈഡിൽ കൊണ്ടുവരണം. ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേം ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള എക്സിന്റെ ടേമായ ഈ മൈനസ് എക്സ് tan 40 ഡിഗ്രിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ എക്സ് tan 55 ഡിഗ്രി ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇനി റൈറ്റ് സൈഡിലുള്ള മൈനസ് എക്സ് tan 40 ഡിഗ്രി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് എക്സ് tan 40 ഡിഗ്രി ആകും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്കിയുള്ളത് 25 tan 40 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടാണുള്ളത്. എക്സിന് ഈ രണ്ട് ടേമിലും tan 55നോടും tan 40നോടും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? tan 55 ഡിഗ്രി പ്ലസ് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? tan 40 ഡിഗ്രി. അതാണ് എന്ത്? 25 tan 40 ഡിഗ്രി. ഇനി എക്സ് കണ്ടുപിടിക്കണം. സോ എക്സ് എന്താണ്? ഇതിനെ ഒരുമിച്ച് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ടേം റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താക്കും? ഡിവൈഡ് ചെയ്യണം. സോ 25 tan 40 ഡിഗ്രി ഡിവൈഡഡ് ബൈ tan 55 ഡിഗ്രി പ്ലസ് tan 40 ഡിഗ്രി. ഇനി tan 40യുടെയും tan 55ന്റെയും വാല്യൂസ് എഴുതി കൊടുക്കാം. സോ 25 ഇൻറ്റു tan 40 ഡിഗ്രി എത്രയാണ്? tan 40 ഡിഗ്രി 0.8391 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി tan 55 ഡിഗ്രി എത്രയാണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. tan 55 ഡിഗ്രി 1.4281 ആണ്. ഓക്കെ, പ്ലസ് tan 40 0.8391. ഓക്കെ, ഇനി രണ്ട് ഡെസിമൽ പ്ലേസസിൽ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ അവസാന സ്റ്റെപ്പിൽ മാറ്റിയാലും മതി. ഏറ്റവും നല്ലത് അങ്ങനെ മാറ്റാതെ ഈ 4 ഡെസിമൽ പ്ലേസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വരും, പക്ഷെ എക്സാമിന് മാർക്ക് കുറയില്ല. അപ്പം നമുക്ക് ആദ്യം 25നെ ഈ മൊത്തം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് പിന്നെ മാറ്റാം. ഓക്കെ, സോ 25നെ 0.8391 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ 8391നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 into 5 5, 9 into 5 45, 4 ബാക്കി, 3 into 5 15, 15 plus 4 90, 1 ബാക്കി, 8 into 5 40, 40 plus 1 41. ഓക്കെ, ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 2 2, 2ന്റെ നേരെ താഴെ എഴുതണം. 9 into 2 18, 1 ബാക്കി,
3 into 2 6 plus 1 7, 2 into 8 16. Okay, add 5, 5 plus 2 7, 9 plus 8 17, ഒന്ന് ബാക്കി 1 plus 7 8 plus 1 9, 4 plus 6 10, ഒന്ന് ബാക്കി 1 plus 1 2. So നമുക്ക് 2,09,775 കിട്ടും. 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 4 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. സോ നമുക്ക് 20.9775 വരും. അതിനെ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ 20.9. ഇവിടെ 7 ആണ്, തൊട്ടടുത്ത നമ്പറും 7 ആണ്, 5നേക്കാളും വലിയ നമ്പറാണ്. സോ ഈ 7നോട് കൂടി ഒന്ന് കൂട്ടിയിട്ട് 8 എഴുതാം. സോ 20.98 ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് 1.4281 പ്ലസ് 0.8391. അടിയു 1 plus 1 2, 9 8 plus 9 17, ഒന്ന് ബാക്കി 1 plus 2 3 plus 3 6, 4 plus 8 12, ഒന്ന് ബാക്കി 1 plus 1 2. സോ നമുക്ക് 2.2672 കിട്ടും. അതിനെ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ 2.26 ആണ്, തൊട്ടടുത്ത നമ്പർ 7 ആണ്, 5നേക്കാളും വലിയ നമ്പറാണ്. സോ ഈ 6നോട് ഒന്ന് കൂട്ടിയാൽ 7 എന്ന് എഴുതാം. സോ 2.27 എന്ന് വരും. മുകളിലും താഴെയും ഒരേ ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. സോ നമുക്ക് ആ ഡെസിമൽ പ്ലേസിനെ ഒഴിവാക്കി 2098/227 എന്ന് എഴുതാം. ഇനി 2098നെ 227 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2098 ഡിവൈഡഡ് ബൈ 227. 227നേക്കാളും വലിയ നമ്പർ നമ്മളിവിടെ കാണണം. 209 ചെറിയ നമ്പറാണ്. അപ്പോൾ 2098 മുഴുവൻ നമ്പറും എടുക്കണം. സോ നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2270 വരും. സോ 9 കൊണ്ട് സാധ്യതയുണ്ട്. സോ 9 into 7, 9 into 7 63, 6 ബാക്കി 9 into 2 18, 18 plus 6, 18 plus 6 24, 2 ബാക്കി 9 into 2 18, 18 plus 2 20. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറാണ് കിട്ടിയത്. ഇനി 2098 നിന്ന് 2043 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടും. ഓക്കെ, ഇനി 0 ഇടുന്നു. സോ നമ്മൾ അപ്പോൾ മുകളിൽ പോയിന്റ് ഇടുന്നു. ഇനി 550 വന്നു. 227 ഏത് മൾട്ടിപ്പിൾ ആയിരിക്കും 550യുടെ അടുത്ത് വരിക? മിക്കവാറും 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 2 into 227, 2 into 7 14, 1 ബാക്കി 2 into 2 4 plus 1 5, 2 into 2 4. 550 നിന്ന് 454 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 minus 4 6 വരും. 14 വരും ഇവിടെ. 14 minus 5 9 വരും. 96 വരും. ഇനി ഒരു 0യും കൂടി ഇടാം. 227ന്റെ ഏത് മൾട്ടിപ്പിൾ ആണ് 960ക്ക് താഴെ വരുന്നതെന്ന് നോക്കാം. സോ 4 into 7 28, 2, 4 into 2 8 plus 2 10, 1, 4 into 2 8 plus 1 9. സോ നമുക്ക് 9.24 എന്ന് എക്സിന്റെ വാല്യൂ ആണ് കിട്ടിയത്. 9.24 മീറ്റർ. സോ എക്സ് ഇസ് 9.24 മീറ്റർ. നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് പോസ്റ്റ് EP ആണ്. സോ ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 1 becomes, okay, EP is equal to x into tan 55 degree. അതായത് 9.24 into tan 55 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 1.4281 എന്ന്. Okay, so this is equal to 9.24 into 1.4281നെ 4 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതാൻ. 2ന്റെ അടുത്ത നമ്പർ 5നേക്കാളും കൂടുതലാണ്. സോ ഒന്ന് കൂട്ടി നമ്മൾ 3 എന്ന് എഴുതും. ഇനി 9.24നെ 1.43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെസിമൽ പ്ലേസ് കണക്കാക്കാതെ 924നെ 143 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 12, ഒന്ന് ബാക്കി 2 3s are 6 plus 1 7, 9 3s are 27, 4 4s are, ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 4ന്റെ താഴെ വേണം എഴുതാൻ. 4 4s are 16, ഒന്ന് ബാക്കി 4 2s are 8 plus 1 9, 4 9s are 36. ഓക്കെ, ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1ന്റെ താഴെ എഴുതണം 4 2 9. ആഡ് ചെയ്യുക 2 7 plus 6 13, ഒന്ന് ബാക്കി
7 plus 9 16 plus 4 20 plus 1 21 2 ബാക്കി 2 plus 2 4 plus 6 10 plus 2 12 1 ബാക്കി 1 plus 3 4 4 plus 9 13 ഇവിടെ 2 പ്ലേസ് ഇവിടെ 2 പ്ലേസ് സോ 4 പ്ലേസ് ലെഫ്റ്റിലോട്ടേക്ക് എടുത്ത് പോയിന്റ് ഇടാം സോ നമുക്ക് 13 പോയിന്റ് എന്ന് വരും സോ 13.21 രണ്ട് ഡെസിമൽ പ്ലേസിൽ എഴുതിയാൽ മതി 21 മീറ്റർ ആണ് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് therefore height of electric post is 13.21 meters. Next problem, textbook exercise question number 4, page number 122. A 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degrees. The completed building was 10 meters higher and the boy saw its top at an elevation of 60 degrees from the same spot. What is the height of the building? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം പണി തീർത്തപ്പോൾ അയാൾ അതേ സ്ഥാനത്ത് നിന്ന് 60 ഡിഗ്രി മേൽക്കോണിലാണ് മുകൾ ഭാഗം കണ്ടത്. കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്? ഓക്കെ, സോ നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് ഒരു ബോയ് നിൽക്കുന്നുണ്ട്, 1.5 മീറ്റർ ഉയരമുള്ള ഒരു ആൺകുട്ടി. സോ BY എന്ന് കൊടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഹിസ് ഹൈറ്റ് ഇസ് 1.5 മീറ്റർ. നമുക്ക് എഴുതാം BY ഈസ് height of boy. That's equal to 1.5 meter. ഇനി ഈ കുട്ടി ഒരു ബിൽഡിങ്ങിന്റെ അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള ബിൽഡിംഗ് എന്ന് വെച്ചാൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ടോപ്പ് 30 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. സോ ഇത് കെട്ടിടം ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്, അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇത്രയും ഭാഗമേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കുട്ടിയുടെ ഉയരം തന്നപ്പോൾ കുട്ടിയുടെ ഐ ഇവിടെയാണെന്ന് എടുക്കണം. ഇതാണ് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ. അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് കുട്ടി നോക്കുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഈ ബിൽഡിംഗ് ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള ബിൽഡിംഗ് ആണ്. സോ നമുക്ക് അതിന് യു ഓർ BG എന്ന് കൊടുക്കാം. BG ഈസ് B ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ B കൊടുക്കണ്ട, LG. ഓക്കെ, ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 10 മീറ്ററും കൂടെ അല്ലെ 10 മീറ്ററും കൂടെ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഒരു 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം പണി തീർത്തു. അത് കെട്ടിടം ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. 10 മീറ്ററും കൂടെ ഉയർത്തിയിട്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി. ഇത്രയുമാണ് 10 മീറ്റർ. ഇവിടെ നമുക്ക് P എന്ന് കൊടുക്കാം. സോ PL വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 10 മീറ്ററും കൂടെ ഉയർത്തിയ അളവാണ്. അതേ സ്പോട്ടിൽ കുട്ടി അവിടുന്ന് മാറുന്നില്ല. അതേ സ്പോട്ടില് കുട്ടി പണി തീർത്ത കെട്ടിടത്തിന്റെ മുകൾ ഭാഗം നോക്കുന്നു. സോ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ഇങ്ങനെയാണ്. മുകളിലേക്ക് നോക്കുന്നത് ഇങ്ങനെ. ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാ മാർക്ക് ചെയ്യുക? സ്ട്രെയിറ്റ് വ്യൂവും റേസ്ഡ് വ്യൂവും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. സോ ഇത്രയുമാണ് എത്ര വരുന്നത്? 60 ഡിഗ്രി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ what we need to find? We have to find the height of the building. അതായത് മൊത്തം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണണം. PG ആണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് കംപ്ലീറ്റഡ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ Yയും Gയും ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം.
ഫ്ലോർ ആണ്. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് വരച്ചിരുന്നു, അതിനൊരു പേര് കൊടുക്കാം. അതിന് നമുക്ക് എം എന്ന് കൊടുക്കാം തൽക്കാലം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം BYയുടെ ലെങ്ത്തും MGയുടെ ലെങ്ത്തും സെയിം ആണ്. സോ 1.5 ആയിരിക്കും MGയുടെ ലെങ്ത്ത്. സോ ബിൽഡിങ്ങിന്റെ ലെങ്ത് നോക്കൂ, PL നമുക്കറിയാം, MG നമുക്കറിയാം. സോ എല്ലാം മാത്രം കണ്ടുപിടിച്ചാൽ മതി. എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞപ്പോൾ എത്ര റൈറ്റ് ട്രയാങ്കിൾസ് നിങ്ങൾ കാണുന്നുണ്ട്? ഒരു റൈറ്റ് ട്രയാങ്കിൾ LMB ആണല്ലോ. രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ PMB. സോ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന് നമുക്ക് എഴുതാം, ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ LMP. കൺസിഡർ ട്രയാങ്കിൾ LMB. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് LMB മാത്രം ഞാനൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. ഇതാണ്, ഈ ട്രയാങ്കിളിനെയാണ് നമ്മളിപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് LM ആണ്, അഡ്ജസന്റ് സൈഡ് BM ആണ്. LMന്റെ ലെങ്ത്തും അറിയില്ല, BMന്റെ ലെങ്ത്തും അറിയില്ല. ഏതെങ്കിലും ലെങ്ത് അറിഞ്ഞേ പറ്റുള്ളൂ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, LMന്റെ ലെങ്ത് അതാണല്ലോ നമുക്ക് ആവശ്യം, അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ് LMB X മീറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ, എപ്പോഴും ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലത്തിൽ ടാൻ തന്നെയാണ് എടുക്കുക. ആ ട്രയാങ്കിളിൽ കാണുന്ന അക്യൂട്ട് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ആണല്ലോ, 60 ഡിഗ്രി വലിയ റൈറ്റ് ട്രയാങ്കിൾ ഉള്ളതാണ്, ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ഉള്ളത് 30 ഡിഗ്രിയാണ്. സോ ടാൻ 30 ഡിഗ്രി. ടാൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് LM ആണ്, LM ബൈ അഡ്ജസന്റ് സൈഡ് BM ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു LM X എന്ന് നമ്മൾ എടുത്തു. BM ലെങ്ത് നമുക്കറിയില്ല, BM തന്നെ എഴുതാം. ഇനി ഇവിടെ ടാൻ 30യുടെ വാല്യൂ ഒരിക്കലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതായിരിക്കില്ല. ബിക്കോസ് 30 ഒരു കോമൺ ആംഗിൾ ആണ്, അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി അറിയില്ല എങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. 30, 60, 90 മാർക്ക് ചെയ്യാം. 30, 60, 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 എഴുതാം, 60ക്ക് ഓപ്പോസിറ്റ് √3 എഴുതാം, 90ക്ക് ഓപ്പോസിറ്റ് 2 എഴുതാം. ഇനി ടാൻ 30 ആണ്. ടാൻ 30 ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. സോ എന്തൊരു ഓപ്പോസിറ്റ് എത്രയാ? 1 ബൈ അഡ്ജസന്റ് √3. ഈ രീതിയിൽ ഓർമ്മയില്ലാത്തവർ, അല്ലെങ്കിൽ ഓർമ്മ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന കാര്യം ഓർക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു X ബൈ BM. ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into BM is equal to X into √3 X. ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റിവെക്കുക. ബിക്കോസ് നമുക്ക് എക്സിന്റെ വാല്യൂ അറിയില്ല. സോ 1 ആക്കി മാറ്റിവെച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, വലിയ ട്രയാങ്കിൾ PMB. കൺസിഡർ ട്രയാങ്കിൾ PMB. ഈ ട്രയാങ്കിളില് നമുക്ക് അറിയുന്ന അക്യൂട്ട് ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ ടാൻ 60 ഡിഗ്രി is equal to ഓപ്പോസിറ്റ് ഏതാ വരിക? PM ആണ്. PM by adjacent BM. ഓക്കെ, ടാൻ 60യുടെ വാല്യൂ ഇതേ ടേബിളിൽ നിന്ന് തന്നെ ടാൻ 60യുടെ വാല്യൂ കിട്ടും. 60യുടെ ഓപ്പോസിറ്റ് √3, അഡ്ജസന്റ് 1. സോ √3 by 1 is equal to PM എത്രയാണ്? ചിത്രത്തിൽ നോക്കാം, ഇത്രയും 10, ഇത്രയും X. സോ ഇവിടെ മുതൽ PM വരെ എന്താ? 10 plus X by BM. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ √3 into BM, √3 BM is equal to 1 into 10 plus X, 10 plus X. നമുക്ക് വേണ്ടത് BM മാത്രമാണ്. സോ BM is equal to 10 plus X by √3. √3നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. ലെഫ്റ്റ് സൈഡ് BM ആണ്, തുല്യമാണ്.
അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 1 and 2, ലെഫ്റ്റ് സൈഡ് ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ √3x is equal to റൈറ്റ് സൈഡ് ഓഫ് സെക്കൻഡ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാം. 10 + x by √3. ഓക്കെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് ഈ √3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. സോ നമുക്ക് ഫ്രാക്ഷൻസ് ഒഴിവായി കിട്ടും. √3 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ √3നെ മൾട്ടിപ്ലൈ ചെയ്യണം. √3 × √3x is equal to 10 + x. √3 × √3 എത്രയാണ്? 3. നമ്മൾ പഠിച്ചിട്ടുണ്ട്. √x × √x ഒരേ സംഖ്യ രണ്ട് തവണ അതിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? x ആയിരിക്കും. സോ √3 × √3 3 ആണ്, ഇൻറ്റു എക്സ്. അപ്പൊ 3x ഈക്വൽ ടു 10 + x. എക്സിനെയൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി എക്സ് ഉണ്ട്. സോ 3x. ഈ +x ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -x ആവും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്കി 10. 3x - x 2x ആണ്. 2x ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ x എന്താ? 10/2. ദാറ്റ്സ് ഈക്വൽ ടു 5 മീറ്റർ. സോ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇനി ഈസിയാണ്, നമുക്ക് എക്സിന്റെ ഇത് കിട്ടി. സോ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണാം. Therefore, height of building, കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് PG ആണ്. ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 + 5 + 1.5. 10 + 5 15. 15 + 1.5 is 16.5 meter. So height of building 16.5 meter എന്നതാണ് ആൻസർ. Next problem, textbook exercise question number 5, page number 122. A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degrees. Climbing to the top of the tower, he sees it at an elevation of 50 degrees. Calculate the heights of the tower and the hill. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ടവർ ഉണ്ട്. സോ നമുക്ക് ആദ്യം ടവർ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. സോ ടവറിന് TR എന്ന് നമുക്ക് കൊടുക്കാം. സോ ഹിയർ TR ഈസ് ഹൈറ്റ് ഓഫ് ടവർ. ഹൈറ്റ് ഓഫ് ടവർ എത്രയാന്ന് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓക്കെ, ഇനി അതേപോലെ ഒരു ഹില്ലുണ്ട്. ടവറിനേക്കാളും എന്തായാലും വലുതായിരിക്കും ഹില്ല്. ഓക്കെ, HL. HL is hill, height of hill. അതും നമുക്ക് കാണേണ്ടതാണ്. സോ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. പിന്നെ a 1.75 meter tall man standing at the foot of a tower. അപ്പോൾ ടവറിന്റെ താഴെ ഒരു 1.75 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾ നിൽക്കുകയാണ്. സോ അയാളുടെ ഫൂട്ടും ടവറിന്റെ ഫൂട്ടും സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. സോ MR ആണ് മാൻ. സോ ഇറ്റ്സ് ഹൈറ്റ് ഇസ് 1.75 മീറ്റർ. സോ MR ഈസ് ഹൈറ്റ് ഓഫ് മാൻ. നമുക്ക് തന്നിട്ടുണ്ട് 1.75 മീറ്റർ ആണ് ഹൈറ്റ്. ഇനി a 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. സോ ഇവിടെ തന്നിട്ടുണ്ട് ഹില്ലും ടവറും തമ്മിലുള്ള ഡിഫറൻസ്. ടവറിന്റെ താഴെയാണ് മനുഷ്യൻ നിൽക്കുന്നത്. സോ ഹില്ലും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് ഇസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിൽ ആൻഡ് ടവർ. സോ ഹില്ലും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 40 മീറ്റർ. സോ ഈ മാൻ നമ്മുടെ ഹില്ലിന്റെ ടോപ്പ്
അതായത് ഇവിടെ എച്ച് എന്ന് പറഞ്ഞ പോയിന്റ് 60 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. സോ മാനിന്റെ സ്ട്രെയിറ്റ് വ്യൂ ഇങ്ങനെയായിരിക്കും, റേസ്ഡ് വ്യൂ ഇങ്ങനെ. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ഓക്കെ, നൗ ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് എ ടവർ. ടവറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ he sees it at an elevation of 50 ഡിഗ്രി. ടവറിന്റെ മുകളിലേക്ക് മനുഷ്യൻ കയറുമ്പോൾ മാനിന്റെ ഫൂട്ടും ടവറിന്റെ ടോപ്പും സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ അയാൾ ടോപ്പ് ഓഫ് ദ ടവറിൽ മനുഷ്യൻ നിൽക്കുകയാണ്. സോ അയാളുടെ ഹൈറ്റ് 1.75 മീറ്റർ ആണ്. സോ ഇവിടെ ദാറ്റ് പേഴ്സൺ നിൽക്കുകയാണ്. സോ 1.75 മീറ്റർ അയാളുടെ ഹൈറ്റ്. സോ NT എന്ന് പറയുന്നത് ന്യൂ പൊസിഷൻ ഓഫ് മാൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ നിൽക്കുമ്പോൾ, ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ, സോ T is the foot of the man. Okay, so he sees the top of the hill at an elevation of 50 degree. So ഇവിടെ നിൽക്കുമ്പോൾ മാനിന്റെ സ്ട്രെയിറ്റ് വ്യൂ, നേരെയുള്ള നോട്ടം ഇങ്ങനെ, റേസ്ഡ് വ്യൂ ഇങ്ങനെ. ഓക്കെ, സോ ആംഗിൾ ഓഫ് എലിവേഷൻ 50 degree. Calculate the heights of the tower and the hill. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? TR വരച്ചു, ടവർ, HL വരച്ചു, ഹിൽ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 40 മീറ്റർ. ഓക്കെ, ഇനി മാൻ ഈ ടവറിന്റെ താഴെ നിൽക്കുന്നു. സോ മാനിന്റെ ഫൂട്ടും ടവറിന്റെ ഫൂട്ടും സെയിം ആയിരിക്കും താഴെ നിൽക്കുമ്പോൾ. സോ മാനിന്റെ ഹൈറ്റ് 1.75, ടോപ്പ് ഓഫ് ദ ഹില്ലിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. അത് കഴിഞ്ഞ് ഇതേ ഹൈറ്റുള്ള സെയിം പേഴ്സൺ ടവറിന്റെ മുകളിലേക്ക് കയറുന്നു. സോ അയാളുടെ ഹൈറ്റ് 1.75 മീറ്റർ, ടവറിന്റെ ടോപ്പും മാനിന്റെ ഫൂട്ടും സെയിം ആവും. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുതുതായിട്ട് കിട്ടിയ പോയിന്റ്സിനെയൊക്കെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ടീനെ ഹില്ലിന്റെ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇപ്പം 3 പോയിന്റ്സ് വന്നിട്ടുണ്ട്. 3 പോയിന്റ്സിന് പേര് കൊടുക്കാം. ഈ പോയിന്റിന് P കൊടുക്കാം, ഇതിന് നമുക്ക് Q കൊടുക്കാം, ഇതിന് നമുക്ക് R കൊടുക്കാം. R നമ്മൾ ഓൾറെഡി കൊടുത്തു. സോ S കൊടുക്കാം. ഓക്കെ, ഇനി ഇത് 1.75 ആണ്. അങ്ങനെയാണെങ്കിൽ PQ എത്ര തന്നെയാണ്? 1.75. MR 1.75 ആണ്. സോ SL എത്രയാണ്? 1.75 തന്നെ. RL 40 മീറ്റർ ആണ്. സോ MS എത്രയാണ്? 40 മീറ്റർ തന്നെയായിരിക്കും. TQ എത്രയാണ്? 40 മീറ്റർ തന്നെയായിരിക്കും. NP എത്രയാണ്? 40 മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. അത് നോക്കാൻ നമുക്ക് കയ്യിലുള്ള ആംഗിൾസും കൂടെ കൺസിഡർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കാണാം, HPL. ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ HSM, ഇത് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ. ഈ 2 റൈറ്റ് ട്രയാങ്കിളും നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് വേണ്ടത് ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ TM പ്ലസ് MR ആണ്. MR അറിയാം, TM കണ്ടുപിടിക്കണം. ഓക്കെ, TM കിട്ടണമെങ്കിൽ QS കണ്ടുപിടിച്ചാൽ മതി. TMന്റെ QSന്റെ ഹൈറ്റ് സെയിം ആണ്. ഇനി ഹില്ലിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് QSും കിട്ടണം, അതേപോലെ HPയും കിട്ടണം. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ 2 റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആദ്യം ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, HPL. കൺസിഡർ ട്രയാങ്കിൾ HPL. അവിടെ ആംഗിൾ 50 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് സൈഡ് വേണം, അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം 40 മീറ്റർ. സോ tan 50 ഡിഗ്രി is equal to opposite HP by adjacent NP. Okay, that is tan 50 degree is equal to HP. HP നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. NP നമ്മുടെ തന്നിട്ടുണ്ട് 40 ആണെന്ന്. ഓക്കെ,
സോ എച്ച് പി നമുക്ക് ഇവിടുന്ന് കാണാം. 40 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ മതി. ഇവിടെ ഡിവൈഡ് ചെയ്ത് 40 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 40 into tan 50 degree is equal to HP. So therefore HP is equal to 40 into tan 50 degree. എത്രയാണ് tan 50 degree വരിക? tan 50 degree നമുക്ക് ടേബിളിൽ നോക്കുമ്പോൾ കാണാം 1.1918 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് 1.1918നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പോയിന്റ് ഒഴിവാക്കിയിട്ട് 11,918 എടുക്കുക. അതിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന നമ്പറിന്റെ കൂടെ അവസാനം 0 ചേർത്താൽ മതി. ഓക്കെ, സോ 0 ചേർക്കാൻ നമുക്ക് 8 into 4 32, 3 ബാക്കി, 1 into 4 4, 4 plus 3 7, 9 into 4 36, 3 ബാക്കി, 1 into 4 4, 4 plus 3 7, 1 into 4 4. ഓക്കെ, 4 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടണം. സോ നമുക്ക് ലെഫ്റ്റിലോട്ടേക്ക് 4 പ്ലേസ് വിട്ട് പോയിന്റ് ഇടാം. സോ നമുക്ക് 47.672 എന്ന് കിട്ടും. 2 പ്ലേസിന് കറക്റ്റായിട്ട് എഴുതുമ്പോൾ 47.67 എന്ന് കിട്ടും. 47.67 മീറ്റർ. സോ എച്ച് പി നമുക്ക് കിട്ടി. ഇപ്പോൾ കിട്ടി നമുക്ക് 47.67 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വലിയ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ HSM ആണല്ലോ, വലിയ റൈറ്റ് ട്രയാങ്കിൾ HSM. സോ അവിടെ നമ്മുടെ ആംഗിൾ 60 ഡിഗ്രി ആണ്. tan 60 is equal to opposite side HS by adjacent side MS. ഓക്കെ, tan 60യുടെ വാല്യൂ തരില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. tan 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 30 60 90 ഉപയോഗിച്ചാൽ കിട്ടും. 30 60 90 ട്രയാങ്കിളിൽ റേഷ്യോ 1:√3:2. tan 60 വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സോ √3/1 √3. ഇനി HS നോക്കിക്കോ, ഇത്രയും 47.67, ഇത്രയും 1.75 പ്ലസ് QS ആണ്. സോ ആ നമ്പേഴ്സ് HS എന്ന് പറയുമ്പോൾ ഇതെല്ലാം എഴുതാം. ദാറ്റ് ഈസ് 47.67 പ്ലസ് 1.75 പ്ലസ് QS ഡിവൈഡഡ് ബൈ MS. MS എന്ന് പറഞ്ഞാൽ 40. ഓക്കെ, ഇനി നമുക്ക് 40നെ ലെഫ്റ്റിലോട്ടേക്ക് എടുക്കാം. സോ √3 into 40, 40√3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 47.67 കൂടെ 1.75 ആഡ് ചെയ്താൽ 7 plus 5 12, ഒന്ന് ബാക്കി, 1 plus 6 7 plus 7 14, ഒന്ന് ബാക്കി, 7 plus 1 8 plus 1 9, 49.42 വരും. പ്ലസ് QS കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 40√3 ഉണ്ട്. 40√3 വരുമ്പോൾ നമുക്ക് √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലം വരുമ്പോൾ √3 എന്ന് വെക്കരുത്. സോ 40 into 1.73 is equal to 49.42 plus QS. ഓക്കെ, ഇനി 40നെ 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 173നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 ഇട്ടാൽ മതി. സോ 0, 3 into 4 12, ഒന്ന് ബാക്കി, 7 4s are 28 plus 1 29, 2 ബാക്കി, 1 into 4 4 plus 2 6. 2 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ നമുക്ക് 69.2 വരും. സോ 69.2 ഈസ് ഈക്വൽ ടു 49.42 പ്ലസ് QS ആണ് വരിക. ദിസ് ഇംപ്ലൈസ് നമുക്ക് QS കാണും. QSനെ അപ്പോൾ ലെഫ്റ്റ് സൈഡ് വെക്കുകയാണെങ്കിൽ QSന്റെ കൂടെയുള്ള നമ്പറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം നമുക്ക് 69.2 ഉണ്ട്. സോ ഈ 49.42 ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ -49.42 ആകും. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 69.2ൽ നിന്ന് 49.42 മൈനസ് ചെയ്യണം. സോ ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. സോ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് അവിടെ 0 ഇടാം. ഇനി സാധാരണ സബ്ട്രാക്ഷൻ 10 minus 2 8. സോ ഇവിടെ 1 ആണ്. സോ 11 എടുക്കും. 11 minus 4 7. ഇവിടെ അപ്പോൾ 8 ആയിരിക്കും. 18 എടുക്കും. 18 minus 9 9. ഇവിടെ അപ്പോൾ 5 minus 4 1. സോ നമുക്ക് 19.78 എന്ന് കിട്ടും. QS equal to 19.78 meter.
ഓക്കെ, നമുക്കത് മാർക്ക് ചെയ്യാം. QS ഈക്വൽ ടു 19.78 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ടവർ? ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറഞ്ഞാൽ TR ആണ്. സോ നമുക്കിവിടെ QS കിട്ടിയ 19.78 ആണെങ്കിൽ TM എന്താണ്? 19.78 തന്നെയാണ്. സോ ഹൈറ്റ് ഓഫ് ടവർ ഇസ് ഈക്വൽ ടു TR is equal to TM plus MR. Okay, so this implies TM is equal to 19.78 meter. Therefore, TR is equal to TM plus MR. ഇതാണ് നമ്മൾ ടവർ എടുത്ത് TR, ഹൈറ്റ് ഓഫ് ടവർ. സോ TM 19.78 plus MR 1.75. ആഡ് ചെയ്യും. 19.78ന്റെ കൂടെ 1.75 ആഡ് ചെയ്താൽ 8 plus 5 13, 1 plus 7 8 plus 7 15, 1 plus 9 10 plus 1 11, 21.53 മീറ്റർ എന്ന് നമുക്ക് ഹൈറ്റ് ഓഫ് ടവർ കിട്ടും. Therefore, height of tower is equal to 21.53 meters. ഇനി ഹൈറ്റ് ഓഫ് ഹില്ല് കാണണം. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ഹില്ല് കിട്ടും. ഹൈറ്റ് ഓഫ് ഹിൽ is equal to 47.67 plus 1.75 plus ഇത്രയും നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ്. QL is same as TR ആണ്, 21.53. So ഇത് ആഡ് ചെയ്യുമ്പോൾ 47.67 plus 1.75 plus 21.53. 7 plus 5 12, 12 plus 3 15, 1 plus 6 7, 7 plus 7 14, 14 plus 5 19, 1 plus 7 8, 8 plus 1 9, 9 plus 1 10, 1 plus 4 5, 5 plus 2 7. So we get 70.95. Height of hill is equal to 70.95.